നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ BS രാജേഷ്. പ്രധാന വാർത്തകളിലേക്ക്. ഉക്രൈനിൽ വെടിനിർത്തലിന് പ്രസിഡന്റ് സെലൻസ്കിയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ട് ചർച്ചകൾ നടത്തില്ല. പുടിൻ ഇസ്താംബുളിലേക്ക് പോകില്ലെന്ന് ക്രെംലിൻ. ഇതോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് US. സിറിയയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനെക്കുറിച്ച് വാഷിംഗ്ടൺ പരിഗണിക്കുമെന്ന് ട്രംപ്. സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയെ കണ്ട് ചർച്ച നടത്തി ട്രംപ്. ഫോസിൽ ഇന്ധന കമ്പനികളും ഓഹരി ഉടമകളും സൂപ്പർ യാച്ചറ്റുകളുടെയും സ്വകാര്യ ജെറ്റുകളുടെയും ഉടമകളും UK-യിൽ വെള്ളപ്പൊക്ക പ്രതിരോധത്തിനും വീടുകൾ നന്നാക്കുന്നതിനും ഫണ്ടിലേക്ക് പണം നൽകണമെന്ന് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ച് ലേബർ MP. ഡൊണാൾഡ് ട്രംപിനെ രണ്ടാം സന്ദർശനത്തിനായി ബ്രിട്ടൻ ക്ഷണിച്ചതിനെ വിമർശിച്ച് കനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. UK-യിലെ ആശുപത്രികളുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് എടുക്കുന്ന തീരുമാനങ്ങളിൽ ആശങ്കയുമായി ആരോഗ്യമേഖല. രോഗികളെ ചികിത്സയ്ക്കായി ദീർഘനേരം കാത്തിരിപ്പിക്കുന്ന മേധാവികളെയും ആശുപത്രി ബജറ്റ് അമിതമായി ചെലവഴിക്കുന്ന ആശുപത്രികളുടെ മേധാവികളെയും ശമ്പള വർധനവിൽ നിന്നും ഒഴിവാക്കും. സൗദിയിലെ ആയുധ കച്ചവടത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് വിമാന കച്ചവടത്തിന് നേരെ ഖത്തറിലേക്ക്. $20,000 കോടി ബോയിംഗ് വിമാന കരാറിൽ ഒപ്പുവെച്ച് ഖത്തറും അമേരിക്കയും. പുതിയ അൽ മക്തും രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ ആദ്യഘട്ടം 2032 പൂർത്തിയാകുന്നതോടെ നിലവിലെ ദുബായ് രാജ്യാന്തര വിമാനത്താവളം അടച്ചുപൂട്ടുമെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം. സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ മധ്യപ്രദേശ് BJP മന്ത്രി കുൻവർ വിജയ് ഷാ കൂടുതൽ കുരുക്കിലേക്ക്. വിജയ് ഷായ്ക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. വിവാദ പരാമർശത്തിൽ പലതവണ മാപ്പ് പറഞ്ഞ് വിജയ് ഷാ. വാർത്തകൾ വിശദമായി. വ്ളാഡിമിർ പുടിനെ വെല്ലുവിളിച്ച ഉക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിക്ക് ഇപ്പോൾ ആശ്വാസമായി കാണും. സെലൻസ്കിയുമായുള്ള ചർച്ചകൾക്കായി പുടിൻ തൽക്കാലം ഇസ്താംബുളിലേക്ക് പോകേണ്ടതില്ലെന്ന് ക്രെംലിൻ അറിയിച്ചു. സമാധാന ചർച്ചകൾക്കായി തുർക്കിയിലൊരു മുഖാമുഖ കൂടിക്കാഴ്ച നടത്താനുള്ള ഉക്രൈൻ പ്രസിഡന്റ് വെല്ലുവിളി പുടിൻ നിരസിച്ചു. ഇതോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചർച്ചകളിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് US വൃത്തങ്ങൾ അറിയിച്ചു. സെലൻസ്കിയുടേത് ധീരമായ നിർദ്ദേശമെന്നാണ് ഉക്രൈനികളും യൂറോപ്യൻ നേതാക്കളും വാഴ്ത്തുന്നതെങ്കിലും പുടിൻ വെല്ലുവിളി സ്വീകരിച്ചിരുന്നെങ്കിൽ എന്താകും പിന്നെ നടക്കുക എന്ന ആശങ്കയിലായിരുന്നു യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ. 2022 റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ പുടിൻ്റെ സഹായി വ്ളാദിമിർ മെഡിൻസ്കി തങ്ങളുടെ പ്രതിനിധി സംഘത്തെ നയിക്കുമെന്ന് ക്രെംലിൻ വ്യക്തമാക്കി. ക്രെംലിൻ പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ ഡൊണാൾഡ് ട്രംപും ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് US വ്യക്തമാക്കി. പുടിൻ പങ്കെടുത്താൽ മാത്രമേ താൻ തുർക്കിയിലേക്ക് പോകുകയുള്ളൂ എന്ന് ട്രംപും വ്യക്തമാക്കിയിരുന്നു. സിറിയയ്ക്കെതിരായ എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കുമെന്ന പ്രഖ്യാപനത്തിന് ഒരു ദിവസത്തിന് ശേഷം സൗദി അറേബ്യയിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയെ കണ്ട് ചർച്ച നടത്തി. തന്നെ കാണാൻ ഷറയ്ക്ക് ഒരു അസാധാരണ അവസരം നൽകിയെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഡമാസ്കസുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനെക്കുറിച്ച് വാഷിംഗ്ടൺ പരിഗണിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. ഇറാഖിൽ US സേനയ്ക്കെതിരെ പോരാടിയതും 2024 US തലയ്ക്ക് $10 മില്യൺ ഇനാം പ്രഖ്യാപിച്ചതുമായ മുൻ തീവ്രവാദിയായ ഷറയെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനൊപ്പമാണ് US പ്രസിഡന്റ് കണ്ട് ചർച്ച നടത്തിയത്. ഫോസിൽ ഇന്ധന കമ്പനികളും ഓഹരി ഉടമകളും സൂപ്പർ യാച്ചറ്റുകളുടെയും സ്വകാര്യ ജെറ്റുകളുടെയും ഉടമകളും UK-യിൽ വെള്ളപ്പൊക്ക പ്രതിരോധത്തിനും വീടുകളുടെ പുനരുദ്ധാരണത്തിനുമുള്ള ഫണ്ടിലേക്ക് പണം നൽകണമെന്ന് US പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ലേബർ MP റിച്ചാർഡ് ബെർഗൺ ആവശ്യപ്പെട്ടു. ഫോസിൽ ഇന്ധന ഭീമന്മാർ രാജ്യത്തെ കാലാവസ്ഥാ ദുരന്തത്തിൻ്റെ കൊടുമുടിയിലേക്ക് തള്ളിവിട്ടു. ദശലക്ഷക്കണക്കിന് UK-ക്കാർ അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുമ്പോൾ ഇവർ ലാഭം നേടുന്നുവെന്നാണ് അദ്ദേഹം ബില്ലിൽ അവതരിപ്പിച്ചത്. മലിനീകരണത്തിന് ഇടയാക്കുന്ന കമ്പനിക്കാരിൽ നിന്നും പണം ഈടാക്കണമെന്ന പ്രചരണത്തിൻ്റെ ഭാഗമാണിത്. പൊതുനികുതിയിൽ നിന്നും കാലാവസ്ഥാ പ്രതിസന്ധി നേടുന്നതിനുള്ള നടപടികൾക്ക് ധനസഹായം നൽകുന്നതിന് പകരം എണ്ണവാതക കമ്പനികളും ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും പ്രയോജനം നേടുന്നവരും നേരിട്ടുള്ള ഉത്തരവാദിത്തം കൂടുതൽ ഏറ്റെടുക്കണമെന്നും ബിൽ ആവശ്യപ്പെടുന്നു. ന്യൂസിലൻഡ് പാർലമെന്റിൽ നിലവിട്ട് പെരുമാറി ബഹളമുണ്ടാക്കിയ 3 MP-മാരെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു. പാർലമെന്റ് അംഗങ്ങൾക്ക് ന്യൂസിലൻഡ് പാർലമെന്റ് ഇതുവരെ നൽകിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കഠിനമായ ശിക്ഷയാണ്. മാവോറി പാർട്ടിയുടെ സഹനേതാക്കളായ ഡബ്ലി പാക്കറും റാവിറ്റി വെറ്റിറ്റിയും പാർട്ടിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ഹന ക്ലർക്കും നവംബറിൽ നടന്ന വിവാദ ഉടമ്പടി തത്വ ബില്ലിൻ്റെ ആദ്യ വായനക്കിടെ നടത്തിയ വോട്ടെടുപ്പിനിടെ പരമ്പരാഗത മാവോറി നൃത്തം അവതരിപ്പിക്കുകയും ബില്ലിൻ്റെ പകർപ്പ് കീറി എറിയുകയുമായിരുന്നു. ഇതാണ് സസ്പെൻഷനിലേക്ക് നയിച്ചത്. ഡൊണാൾഡ് ട്രംപിനെ രണ്ടാം സന്ദർശനത്തിനായി ബ്രിട്ടൻ ക്ഷണിച്ചതിനെ വിമർശിച്ച് കനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി രംഗത്തെത്തി. US പ്രസിഡന്റിന്റെ കാനഡയെ കൂട്ടിച്ചേർക്കുമെന്ന US പ്രസിഡന്റിന്റെ പ്രസ്താവനയ്ക്കെതിരായി ഒരു ഐക്യമുന്നണി രൂപീകരിക്കാനുള്ള കാനഡ ശ്രമങ്ങൾക്കാണ് ഇത് ദുർബലപ്പെടുത്തിയതെന്നും അദ്ദേഹം വിമർശിച്ചു. ജനുവരിയിൽ അധികാരമേറ്റ ശേഷം
കാനഡ US-ലെ 51ാമത്തെ സംസ്ഥാനമാക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞത് കനഡിയന്മാരെ ചൊടിപ്പിച്ചിരുന്നു. ബ്രിട്ടനിലെ രാജാവ് ചാൾസ് മുൻ ബ്രിട്ടീഷ് കോളനിയായ കാനഡയുടെ രാഷ്ട്രത്തലവൻ കൂടിയാണ്. എന്നിട്ടും തങ്ങളുടെ നിലപാടിനെതിരെ ട്രംപിനെ ക്ഷണിച്ചതിലാണ് കാർണിയുടെ പ്രതിഷേധം. മധ്യ കാനഡയിലുണ്ടായ ഒരു വലിയ കാട്ടുതീയിൽ 2 പേർ കൊല്ലപ്പെടുകയും 1000 വീടുകൾ ഒഴിപ്പിക്കുകയും ചെയ്തു. അസാധാരണമായ ചൂടും വരണ്ടതുമായ കാലാവസ്ഥ അനുഭവപ്പെട്ടതോടെ മധ്യപ്രവിശ്യയായ മാനിറ്റോബയിലെ ലാക്ഡു ബോണറ്റിലെ ചെറിയ കമ്മ്യൂണിറ്റിയിൽ കാട്ടുതീയിൽ 2 പേർ മരിച്ചതായി കനഡിയൻ ഫെഡറൽ പോലീസ് സ്ഥിരീകരിച്ചു. കാലാവസ്ഥ പ്രതികൂലമായത് കാരണം രാവിലെ വരെ അടിയന്തര ഉദ്യോഗസ്ഥർക്ക് സ്ഥലത്തെത്താൻ കഴിഞ്ഞില്ല എന്ന് റോയൽ കനഡിയൻ മൗണ്ട് പോലീസിലെ ക്രിസ് ഹാസ്റ്റി പറഞ്ഞു. UK-യിലെ ആശുപത്രികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് എടുക്കുന്ന തീരുമാനങ്ങളിൽ ആശങ്കയും സന്തോഷവും രേഖപ്പെടുത്തി ആരോഗ്യമേഖല. ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് നടത്തുന്ന പുതിയ നീക്കത്തിൽ രോഗികളെ ചികിത്സയ്ക്കായി ദീർഘനേരം കാത്തിരിപ്പിക്കുന്നതോ ആശുപത്രികളിലെ ബജറ്റ് അമിതമായി ചെലവഴിക്കുന്നതായ ആശുപത്രികളുടെ മേധാവികൾക്ക് ശമ്പള വർധനവ് നിഷേധിക്കും. ഇംഗ്ലണ്ടിലെ 215 NHS ട്രസ്റ്റുകളിലെയും 42 ഇൻ്റഗ്രേറ്റഡ് കെയർ ബോർഡുകളിലെയും മുതിർന്ന എക്സിക്യൂട്ടീവുകൾക്ക് ആരോഗ്യ സെക്രട്ടറി പുറത്തിറക്കിയ പദ്ധതികൾ പ്രകാരം രോഗികളുടെ ചികിത്സയ്ക്കുള്ള കാത്തിരിപ്പ് ലിസ്റ്റ് വെട്ടിക്കുറച്ചാൽ ബോണസുകൾ ലഭിക്കും. മുതിർന്ന മാനേജർമാരുടെ ശമ്പള ചട്ടക്കൂട് ആയിരക്കണക്കിന് ചീഫ് എക്സിക്യൂട്ടീവുകൾക്ക് മാത്രമല്ല ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവുമാർക്കും ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർമാർക്കും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർമാർക്കും ഒരുപോലെ ബാധകമാകുമെന്നും ആരോഗ്യ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. സൗജന്യമായി സ്കൂൾ ഭക്ഷണത്തിന് അർഹതയുള്ള കുട്ടികളുടെ ജീവിത സാധ്യതകൾ കണക്കിലെടുക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ ഏറ്റവും മികച്ച സാമൂഹിക ചലനശേഷിയുള്ള 20 മണ്ഡലങ്ങൾ ലണ്ടനിലാണെന്ന് പ്രമുഖ വിദ്യാഭ്യാസ ചാരിറ്റിയായ സട്ടൺ ട്രസ്റ്റ് നടത്തിയ ഗവേഷണ റിപ്പോർട്ട് പറയുന്നു. സൂചികയിലെ മികച്ച 50-ൽ 42 ലണ്ടനിലാണെന്ന് ട്രസ്റ്റ് കണ്ടെത്തി. തലസ്ഥാനത്തിന് പുറത്തുള്ള ഏറ്റവും ഉയർന്ന റാങ്കുള്ള നിയോജക മണ്ഡലം 23ാം സ്ഥാനത്തുള്ള വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ ബെർമിംഗ്ഹാം പെറിബാറാണ്. GCSE ഗണിതത്തിലും ഇംഗ്ലീഷിലും പാസ്സാകുന്നവർ, 22 വയസ്സിനുള്ളിൽ ബിരുദം പൂർത്തിയാക്കുന്നവർ, 28 വയസ്സിനുള്ളിൽ വരുമാനക്കാരുടെ ഏറ്റവും മികച്ച 20% ഉൾപ്പെടുന്നവർ, ഇങ്ങനെ 6 അളവുകോലുകളാണ് സട്ടൺ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിരുന്നത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.